أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا ولما تقبل آمين يا رب العالمين اللهم صل على محمد وعلى آل محمد الحمد لله അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഇന്ന് 12ാമത്തെ ദിവസമാണ്. സൂറത്തുൽ അൻആമിലെ 36ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അള്ളാഹ് ബിഇദ്നില്ലാഹ് ഇന്ന് എടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തത്തെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അനുഗ്രഹീതമായ രീതിയിൽ നമുക്ക് പൂർത്തിയാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ ഭയങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായിട്ടും ഏറ്റവും ഉന്നതമായ രീതിയിൽ നീക്കിത്തരുകയും അതിൽ നിന്നിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അനുഗ്രഹീതമായ വഴിയിലേക്ക് നമ്മളെ ഉയർത്തിത്തരുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിത മാർഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തും ബർക്കത്തും ഐശ്വര്യവും ചേർന്ന് പെരുമാറാകട്ടെ. അള്ളാഹുവേ, നിങ്ങളിൽ നിന്നുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരികയും അള്ളാഹുവേ ഈ അമലിനെ നീ സ്വീകരിക്കുകയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ ഹലാലായ മുറാദുകളും പരിപൂർണമായും പൂർത്തിയാക്കി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ചിന്തകളെ അള്ളാഹു ഏറ്റവും ഉന്നതമായ രീതിയിലാക്കി തരികയും അള്ളാഹു നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ ദുനിയാവിൽ ഏറ്റവും നല്ല രീതിയിൽ അനുഗ്രഹീതമായ രീതിയിൽ ജീവിക്കാനും നിന്നിലേക്ക് മടങ്ങാനും അള്ളാഹു നിങ്ങൾക്ക് ഉന്നതമായ രീതിയിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. അൽഹംദുലില്ലാ ഈ 6ാമത്തെ ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പോയിന്റ്സ് തൗഹീദ് കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കണം എന്നുള്ള അള്ളാഹുവിലുള്ള വിശ്വാസത്തെ അചഞ്ചലമാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരീക്ഷണങ്ങളും നമുക്ക് ഓരോ സാഹചര്യങ്ങളും ഒരുക്കുന്നത്. ഭൂമിയിൽ നമുക്ക് നടക്കുന്ന ഓരോ സാഹചര്യങ്ങളും അതിന്റെ ഉന്നതമായ അവസ്ഥ എന്താന്ന് വെച്ചാൽ എന്തവസ്ഥയിലും എന്ത് പരീക്ഷണത്തിലും എന്ത് പ്രയാസത്തിലും നമ്മൾ അള്ളാഹുവിനെ അല്ലാതെ നമ്മൾ വിളിക്കുകയില്ല, അള്ളാഹുവിനോടല്ലാതെ ചോദിക്കുകയില്ല, അള്ളാഹുലല്ലാതെ നമ്മൾ ഭരമേൽപ്പിക്കുകയില്ല. മനുഷ്യർക്ക് എവിടെ മനുഷ്യരെ നമ്മൾ ഭരമേൽപ്പിച്ചാലും നമുക്ക് എന്നും പ്രയാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഉന്നതനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മള് നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് സമാധാനമടയുന്ന മനസ്സായി മാറുകയാണ് ചെയ്യുന്നത്. മനുഷ്യർക്ക് ഒരിക്കലും നമ്മളെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു തരാൻ കഴിയില്ല. മനുഷ്യർക്ക് ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരാൻ പറ്റില്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ടല്ലാതെ. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ വിചാരങ്ങളും അറിയുന്നവൻ നമ്മുടെ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബിലേക്കായിരിക്കണം നമ്മൾ എന്താക്കേണ്ടത്, നമ്മൾ പരിപൂർണമായിട്ട് നമ്മളെ ജീവിതത്തെ സമർപ്പിക്കേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ശിർക്കും അന്ധവിശ്വാസങ്ങളും അതൊക്കെ എന്താണ്, നാശമടയുന്നതാണ് എന്നാണ്. അന്ധവിശ്വാസങ്ങളും ശിർക്കും നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അനാവശ്യമായ ചിന്തകളും നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാത്ത കാര്യങ്ങളിലുള്ള നമ്മളെ ആഗ്രഹങ്ങളും ഇതൊക്കെ നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഖുർആന് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും എഴുതി രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞത് അല്ലെ. നമ്മള് എന്തൊരു കാര്യത്തിലും അത് മാതാപിതാക്കളുമായിട്ടുള്ള ഹക്കിടപാടുകളാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുതി രേഖപ്പെടുത്തണം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. അത് ചെയ്യാതെ പോയ എല്ലാ ബന്ധങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ പിന്നീട് അതിന്റെ ഭവിഷ്യത്ത് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും അള്ളാഹുവിലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന കാര്യങ്ങൾ അത് പൂർത്തിയാക്കിക്കൊണ്ടല്ലാതെ നമ്മള് അള്ളാഹുല് ബരമേൽപ്പിച്ചിട്ട് കാര്യമില്ല. നമുക്ക് തവക്കുല് വേണം, പക്ഷെ നമ്മളോട് പറഞ്ഞ സബബുകൾ പൂർത്തിയാക്കിയിരിക്കണം. എപ്പോഴും നമ്മൾ സബബുകൾ കാണാതെ തൗഹീദ് ഉണ്ട്, നമ്മള് ബരമേൽപ്പിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ ആ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ആ ഒരു സബബിനെ നമ്മള് പൂർത്തിയാക്കാതെ വരുമ്പോഴാണ് പിന്നീട് നമ്മള് ഏറ്റവും വലിയ നാശത്തിലേക്കും ഏറ്റവും വലിയ പ്രയാസത്തിലേക്കും കടന്നു പോകുന്നത്. നമ്മളോട് ഒട്ടകത്തിനെ കെട്ടിയിട്ടിട്ടാണ് നമസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത്.
അല്ലാതെ ഒട്ടകം അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹ്ക്കറിയാം ഈ ഒട്ടകം അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ച് നിർത്തിക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമസ്കരിക്കാൻ പോയാൽ ഒട്ടകം ഒട്ടകത്തിന്റെ വഴിയിലേക്ക് പോകും. കാരണം അത് അള്ളാഹുവിന്റെ കൽപ്പനയുള്ള കാര്യം തന്നെയാണ്. എന്ത് നമ്മളോട് അതിനെ സംരക്ഷണ ചുമതല നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സംരക്ഷിക്കണം എന്നുള്ളതും നമ്മൾ അതിന് വേണ്ടിയിട്ട് ജിഹാദ് വരെ ചെയ്യണം എന്നുള്ളത്. ഒരു വസ്തു നമുക്ക് ലഭിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി കഴിഞ്ഞാൽ ആ ഒരു വസ്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജിഹാദ് ചെയ്യുമ്പം നമ്മൾ മരണപ്പെട്ടാൽ പോലും ഷഹീദിന്റെ കൂലിയാണ് എന്നുള്ളതാണ്. കാരണം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചൊരു കൽപ്പനയാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് നമ്മുടെ സംരക്ഷണത്തിലിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്നുള്ളത്. അത് ജിഹാദിനെ പോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമസ്കാരം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അള്ളാഹുവിന് ഇബാദത്ത് തന്നെയാണ്. പക്ഷെ അതേപോലെ തന്നെയാണ് നമുക്ക് ഭൂമിയിൽ നൽകിയിട്ടുള്ള സബബുകളും. ആ സബബുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ഒന്നിനും മുകളിലല്ല, ഒന്നിന് താഴെയല്ല. രണ്ടിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപോലെ തന്നെയാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ ഖലീഫ സ്ഥാനം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഖലീഫ എന്ന് പറയുന്നത്. നമ്മള് എന്തുകൊണ്ടാണ് നമ്മൾ ദുനിയാവിന്റെ കാര്യങ്ങളെയും നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണം, അതേസമയം ആഖിറത്തിലെ കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകണം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് ദുനിയാവും ചോദിക്കണം, അതേപോലെ തന്നെ ആഖിറവും ചോദിക്കണം. നരകശിക്ഷയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തെ തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഓരോ മനുഷ്യർക്കും, അല്ലെ, ഇപ്പൊ പറഞ്ഞത് തന്നെ ഉത്തരവാദിത്ത ബോധമുള്ള മനുഷ്യരായിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. എല്ലാത്തിനും നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ ഉത്തരവാദിത്തങ്ങൾ കൂടാനും പാടില്ല. മറ്റൊരാളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മൾ സ്വയം താഴ്ന്നു വീണ് പോകാനും പാടില്ല. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാനും പാടില്ല. മറ്റൊരാളുടെ ഉത്തരവാദിത്തം കൂടി എടുത്തിട്ട് തലയിൽ ഏറ്റിയിട്ട് എനിക്ക് ഭാരമാണ് എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. മറ്റൊരാളുടെ ഉത്തരവാദിത്തം അയാളെ ഏൽപ്പിക്കണം. നമ്മുടെ ഉത്തരവാദിത്തം നമ്മളെയാണ്. അല്ലാതെ എല്ലാ ഉത്തരവാദിത്തം കൂടി സ്വയം തലയിലേറ്റിയിട്ട് എനിക്ക് എന്നെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എല്ലാവർക്കും അവരവരുടെ ഉത്തരവാദിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അത് ഏൽപ്പിക്കണം. ഭർത്താവിന്റെ ഉത്തരവാദിത്തം ഭർത്താവ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് നടത്തണം. അത് പോയിട്ട് ഏറ്റെടുത്തിട്ട് പിന്നീട് എനിക്ക് എന്നെ കൊണ്ട് കഴിയുന്നില്ല എല്ലതും കൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവിന് കൊടുക്കാനുള്ള ഹക്ക് കൊടുത്ത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുള്ളത് അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കണം. അതിൽ പോയിട്ട് നമ്മൾ കൈ കടത്തിയിട്ട് നമ്മൾ വലിയ ആളാകാൻ വേണ്ടി നോക്കുക, അതൊക്കെ പിന്നീട് നമുക്ക് ഏറ്റവും വലിയ പ്രയാസത്തിലേക്ക് പിന്നീട് പോകും. ഭർത്താവിന് ജീവിതമാർഗങ്ങൾ നമുക്ക് കണ്ടെത്തി തരേണ്ടത്, നമ്മളെ നോക്കേണ്ടത്, അതൊക്കെ ഭർത്താവിനെ ഏൽപ്പിക്കുക. നമ്മളും അത് പോയിട്ട് ചെയ്യുമ്പോൾ പിന്നീട് അവസാനം അവര് കഴിവുകെട്ട ഭർത്താക്കന്മാരായിട്ട് പുരുഷന്മാരായിട്ട് മാറുമ്പം പിന്നീട് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. കാരണം ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്വം അവരവരുടെ തന്നെയാണ്. അത് ഏറ്റവും നന്നായിട്ട് പൂർത്തിയാക്കേണ്ടത്. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. സ്ത്രീകൾക്ക് ഏറ്റവും വരുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് നമ്മുടെ ജീവിതത്തില് നമ്മള് ഭർത്താക്കന്മാര് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും, ഭർത്താക്കന്മാര് ചെയ്ത് പൂർത്തിയാക്കി തരേണ്ട കാര്യങ്ങൾ, അതും കൂടി കൂട്ടി ഏറ്റെടുക്കാൻ പോകും നമ്മള്. പിന്നീട് നമ്മള് ഏറ്റവും വലിയൊരു പ്രയാസത്തിലേക്ക് പിന്നീട് നമ്മൾ പോയി വീഴുകയും ചെയ്യും. പിന്നീട് നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് പുറത്തു കടക്കാനും പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ ബൗണ്ടറി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. ആ ബൗണ്ടറിയിൽ അവരെ നിലനിർത്തുക. അതിൽ പോയിട്ട് കൈ കടത്തിയിട്ട് നമ്മള് അവർ ചെയ്യേണ്ടത് അവർ ചെയ്തോളും. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ബുദ്ധിയും കഴിവും ഒക്കെ ഉണ്ട്. അവർക്ക് അതിനുള്ള ഒരു നീക്കുപോക്കിനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അവർക്കറിയാം വീണ് കഴിഞ്ഞാൽ എണീക്കണം എന്നുള്ളത് അവരാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർ വീണ് കഴിഞ്ഞാൽ എണീറ്റോളും. നമ്മൾ പോയിട്ട് എണീപ്പിച്ച് നിർത്തിയിട്ട് പിന്നെ നമ്മൾ അത് ഏറ്റെടുക്കാൻ പോകുമ്പോൾ അതോട് കൂടിയിട്ട് അവർ കൈ ഒഴിയും. പിന്നീട് നമ്മളെ ഏറ്റവും വലിയൊരു ബാധ്യതയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ആഖിറത്ത് എന്ന് പറയുന്നത്, അല്ലെ, ആഖിറത്തിലേക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അത് പൂർത്തിയാക്കുക. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമ്മള് ആയത്ത് വഴി ആയത്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കേൾക്കുന്നവർ മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ. മരിച്ചവരെയാകട്ടെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. എന്നിട്ട് അവങ്കിലേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യും. അതായത്
ഒരിക്കലും മരണപ്പെട്ടവരോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഒരിക്കലും മരണപ്പെട്ടവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. എല്ലാവരും അള്ളാഹുലേക്ക് മടങ്ങിക്കഴിഞ്ഞവരാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ നമ്മളെ മനുഷ്യരായിട്ട് സബബുകളായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഹക്കിടപാടുകൾ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരാന് ഒരിക്കലും മരണപ്പെട്ടവർക്ക് കഴിയില്ല. അവരൊക്കെ അള്ളാഹുലേക്ക് മടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണേ, ഇവന്റെ മേൽ ഇവന്റെ രക്ഷിതാവിൽ നിന്ന് എന്തെങ്കിലും ദൃഷ്ടാന്തം ഇറക്കപ്പെടാത്ത എന്താണെന്ന് എന്ന് അവർ ചോദിക്കുന്നു. പറയുക, തീർച്ചയായും അള്ളാഹു ദൃഷ്ടാന്തം ഇറക്കുവാൻ കഴിവുള്ളവനാണ്. പക്ഷെ അവരിൽ അധിക പേരും യാഥാർത്ഥ്യം അറിയുന്നില്ല. ഭൂമിയിലുള്ള ഏതൊരു ജന്തുവും രണ്ട് ചിറകുകൾ കൊണ്ട് പറക്കുന്ന ഏതൊരു പക്ഷിയും നിങ്ങളെപ്പോലെയുള്ള ചില സമൂഹങ്ങൾ മാത്രമാകുന്നു. ഗ്രന്ഥത്തിൽ നാം യാതൊന്നും വീഴ്ച വരുത്തിയിട്ടില്ല. പിന്നീട് തങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർ ബധിരരും ഊമകളും ഇരുട്ടുകളിൽ അകപ്പെട്ടവരുമത്രേ. താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വഴികേടിലാക്കും, താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുകയും ചെയ്യും. നബിയെ പറയുക, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നുഭവിച്ചാൽ, അല്ലെങ്കിൽ അന്ത്യസമയം നിങ്ങൾക്ക് വന്നെത്തിയാൽ അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുമോ? പറയൂ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. ഇല്ല, അവനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഏതൊരു വിഷമത്തിന്റെ പേരിൽ നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവൻ ദൂരീകരിച്ചു തരുന്നതാണ്. നിങ്ങൾ അവനോട് പങ്കു ചേർക്കുന്നവയെ ഒന്നും നിങ്ങൾ അപ്പോൾ മറന്നുകളയും. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തവക്കുലാക്കിയിട്ട് എന്തൊരു കാര്യം ചോദിച്ചാലും റബ്ബ് അത് പൂർത്തീകരിച്ച് തരും എന്നുള്ളതാണ്. ഒരിക്കലും അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അതില് നമുക്ക് ഒരു പ്രയാസം വരുത്തില്ല. നമ്മൾ എന്തിനാണ് തേടുന്നത്, നമ്മുടെ ആഗ്രഹം എന്താണ്, നമ്മുടെ മനസ്സിന്റെ തേട്ടം എന്താണോ അത് നമുക്ക് പൂർത്തീകരിച്ചു തരും. നമ്മൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ശങ്കയോട് കൂടിയിട്ട് അത് പൂർത്തിയാവോ ഇല്ലേ, അല്ലെങ്കിൽ അത് നടക്കുവോ എന്ന ഒരു ചിന്തയിലാണ് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാകൂല. എന്നാൽ എനിക്ക് എന്റെ റബ്ബ് അത് പൂർത്തിയാക്കി തരും എന്ന് നമ്മുടെ മനസ്സിലെ യഖീനോട് കൂടിയിട്ട് ആ ഒരു പരിപൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് എന്തൊന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ കൈനീട്ടിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തീകരിച്ചു തരും. നിങ്ങൾക്ക് മുമ്പ് നാം പല സമൂഹങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. അനന്തരം അവരെ ആ സമൂഹങ്ങളെ കഷ്ടപ്പാടും ദുരിതവും കൊണ്ട് നാം പിടികൂടി. അവർ വിനയശീലരായി തീരുവാൻ വേണ്ടി. അങ്ങനെ അവർക്ക് നമ്മുടെ ശിക്ഷ വന്നെത്തിയപ്പോൾ അവരെന്താണ് താഴ്മയുള്ളവരാകാതിരുന്നത്. എന്നാൽ അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയാണ് ഉണ്ടായത്. അവർ ചെയ്തുകൊണ്ടിരുന്നത് പിശാച് അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവരോട് ഉത്ബോധിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവർ മറന്നു കളഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളുടെയും വാതിലുകൾ നാം അവർക്ക് തുറന്നു കൊടുത്തു. അങ്ങനെ അവർക്ക് നൽകപ്പെട്ടതിൽ അവർ ആഹ്ലാദം കൊണ്ടപ്പോൾ പെട്ടെന്ന് നാം അവരെ പിടികൂടി. അപ്പോൾ അവരത് നിരാശപ്പെട്ടവരായിത്തീരുന്നു. അങ്ങനെ ആക്രമികളായ ജനത നിശേഷം നശിപ്പിക്കപ്പെട്ടു. ലോകരക്ഷിതാവായ അള്ളാഹുവിനെ സ്തുതി. നബിയെ പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ? അള്ളാഹു നിങ്ങളുടെ കേൾവിയും കാഴ്ചകളും പിടിച്ചെടുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ മേൽ അവൻ മുദ്ര വെക്കുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹു അല്ലാതെ ഏതൊരു ദൈവമാണ് നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തരാനുള്ളത്? നോക്കൂ, ഏതെല്ലാം വിധത്തിൽ നാം തെളിവുകൾ വിവരിച്ചു കൊടുക്കുന്നു, എന്നിട്ടും അവർ പിന്തിരിഞ്ഞു കളയുന്നു. നബിയെ പറയുക, നിങ്ങളൊന്ന് പറഞ്ഞു തരും, നിങ്ങൾക്ക് അവിചാരിതമായിട്ടോ പ്രത്യക്ഷമായിട്ടോ അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തുന്ന പക്ഷം അക്രമികളായ ജനവിഭാഗമല്ലാതെ നശിപ്പിക്കപ്പെടുമോ? സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിട്ടല്ലാതെ നാം ദൂതന്മാരെ അയക്കുന്നില്ല. എന്നിട്ട് ആർ അവിശ്വസിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്തുവോ അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളഞ്ഞവരാരോ അവർക്ക് ശിക്ഷ ബാധിക്കുന്നതാണ് അവർ ധിക്കാരികളായതിന്റെ ഫലമായിട്ട്. പറയുക, അള്ളാഹുവിന്റെ ഖജനാവുകൾ എന്റെ പക്കലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ആ ദൃശ്യകാര്യം ഞാൻ അറിയുകയുമില്ല. ഞാനൊരു മലക്കാണ് എന്നും നിങ്ങളോട് പറയുന്നില്ല. എനിക്ക് ബോധനം നൽകപ്പെടുന്നതിനെ അല്ലാതെ ഞാൻ പിന്തുടരുകയില്ല. പറയുക, അന്തനും താഴ്ചയുള്ളവൻ സമന്മാരാകുമോ? നിങ്ങൾ എന്താണ് ചിന്തിച്ചു നോക്കാത്തത്? ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് പറയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താണ് പറയുന്നത്. അതായത് ഒരിക്കലും അത്ഭുതങ്ങൾ കാണിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല എന്നാണ്. ഒരിക്കലും ഒരു മനുഷ്യനും മലക്കുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു തന്ന മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൽ മാത്രം നമ്മള് നിന്നാ മതി. നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നവർക്ക് ഇത് ദിവ്യബോധനം മുഖേന നാം താക്കീത് നൽകുന്നു. അവന് പുറമെ യാതൊരു രക്ഷാധികാരിയും ശുപാർശകനും അവർക്കില്ല. അവർ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം. തങ്ങളുടെ രക്ഷിതാവിന്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് രാവിലെയും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ നീ ആട്ടിക്കളയരുത്. അവരുടെ കണക്ക് നോക്കേണ്ട യാതൊരു ബാധ്യതയും നിനക്കില്ല, നിന്റെ കണക്ക് നോക്കേണ്ട യാതൊരു ബാധ്യതയും അവർക്കുമില്ല. എങ്കിലല്ലേ നീ അവരെ ആട്ടിയകറ്റേണ്ടി വരുന്നത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം നീ അക്രമികളിൽപ്പെട്ടവനായിരിക്കും.
അപ്രകാരം അവരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് നാം പരീക്ഷണ വിധേയമാക്കിയിരിക്കുന്നു. തങ്ങളുടെ ഇടയിൽ നിന്ന് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ളത് ഇക്കൂട്ടരെയാണോ എന്ന് അവർ പറയുവാൻ വേണ്ടി അത്രയത്. നന്ദി കാണിക്കുന്നവരെ പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നില്ലയോ? നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ നിന്റെ അടുക്കൽ വന്നാൽ നീ പറയുക, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ രക്ഷിതാവ് കാരുണ്യത്തെ തന്റെ മേൽ ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്നു. അതായത് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവിവേകത്താൽ വല്ല തിന്മയും ചെയ്തു പോവുകയും എന്നിട്ട് അതിനുശേഷം പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്യുന്ന പക്ഷം അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അപ്രകാരം നാം തെളിവുകൾ വിശദീകരിച്ചു തരുന്നു. കുറ്റവാളികളുടെ മാർഗം വ്യക്തമായി വേർതിരിഞ്ഞു കാണുവാൻ വേണ്ടിയാകുന്നു അത്. നബിയെ പറയുക, അള്ളാഹുവിന് പുറമെ നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ ആരാധിക്കുന്നതിൽ നിന്ന് തീർച്ചയായും ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു. പറയുക, നിങ്ങളുടെ തന്നിഷ്ടങ്ങളെ ഞാൻ പിന്തുടരുകയില്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഞാൻ പിഴച്ചു കഴിഞ്ഞു. സന്മാർഗം പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ ഞാൻ ആയിരിക്കുകയുമില്ല. പറയുക, തീർച്ചയായും എന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ പ്രമാണത്തിലാൻമേലാണ് ഞാൻ. നിങ്ങളാകട്ടെ അതിനെ നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഏതൊന്നിനു വേണ്ടി തിടുക്കം കൂട്ടുന്നുവോ അത് ശിക്ഷ എന്റെ പക്കലില്ല. അതിന്റെ തീരുമാനാധികാരം അള്ളാഹുവിന് മാത്രമാകുന്നു. അവൻ സത്യം വിവരിച്ചു തരുന്നു. അവനത്രേ തീർപ്പ് കൽപ്പിക്കുന്നവരിൽ ഉത്തമൻ. പറയുക, നിങ്ങൾ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്റെ പക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഇടയിൽ കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു അക്രമികളെ പറ്റി നല്ലവണ്ണം അറിയുന്നവനത്രേ. അവന്റെ പക്കലാകുന്ന ദൃശ്യകാര്യത്തിന്റെ ഖജനാവുകൾ അവനല്ലാതെ അവ അറിയുകയില്ല. കരയിലും കടലിലും ഉള്ളത് അവൻ അറിയുന്നു. അവൻ അറിയാതെ ഒരു ഇല പോലും അഴുന്നില്ല. ഭൂമിയിലെ ഇരുട്ടുകൾക്കുള്ളിൽ ഇരിക്കുന്ന ഒരു ധാന്യമണിയാകട്ടെ പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവാകട്ടെ വ്യക്തമായ രേഖയിൽ എഴുതപ്പെട്ടതായിട്ടല്ലാതെ ഉണ്ടാവില്ല. അവനത്രേ രാത്രിയിൽ ഉറങ്ങുമ്പോൾ നിങ്ങളെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നവൻ. പകലിൽ നിങ്ങൾ പ്രവർത്തിച്ചതെല്ലാം അവൻ അറിയുകയും ചെയ്യുന്നു. പിന്നീട് നിർണീതമായ ജീവിതാവധി പൂർത്തിയാക്കപ്പെടുവാൻ വേണ്ടി പകലിൽ നിങ്ങളെ അവൻ ഏൽപ്പിക്കുന്നു. പിന്നീട് അവങ്കിലേക്ക് നിങ്ങളുടെ മടക്കം. അനന്തരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അവൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. അവനെത്രേ തന്റെ ദാസന്മാരുടെ മേൽ പരമാധികാരമുള്ളവൻ. നിങ്ങളുടെ മേൽനോട്ടത്തിനായി അവൻ കാവൽക്കാരെ ചെയ്യുന്നു. അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ നമ്മുടെ ദൂതന്മാർ മലക്കുകൾ അവനെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. അക്കാര്യത്തിൽ അവർ ഒരു വീഴ്ചയും വരുത്തുകയില്ല. എന്നിട്ട് അവർ അവരുടെ യഥാർത്ഥ രക്ഷാധികാരിയായ അള്ളാഹുലേക്ക് തിരിച്ചയക്കപ്പെടും. അറിയുക, അവനത്രേ തീരുമാനാധികാരം. അവൻ അതിവേഗം കണക്ക് നോക്കുന്നവനത്രേ. മരണം എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു അവധിയാണ്. അത് ഒരിക്കലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയില്ല. ഒരിക്കലും ഒരാളും ഒരു സ്ഥലത്ത് ചെന്നിട്ട് അയാൾ പെട്ടെന്ന് മരണപ്പെട്ടു എന്ന് പറയുകയോ അല്ലെങ്കിൽ അയാള് ഇന്ന സ്ഥലത്ത് എത്തിയിരുന്നില്ലെങ്കിൽ അയാൾക്ക് ആ മരണം വരികയില്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ അയാൾക്ക് അയാള് ശ്രദ്ധിക്കാത്തത് കൊണ്ട് സംഭവിച്ചതാണെന്ന് പറയുകയോ അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? എല്ലതും തിന്മയാണ്, കുഫ്റാണ് ശരിക്കും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് കൊണ്ട് മാത്രമാണ് ഒരാള് റൂഹ് മലക്കുകൾ പിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഒരു സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ നിശ്ചയത്തിന് അത് വിധേയമായി എന്ന് മാത്രം. നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയത്തിന് വിധേയമായി എന്ന് മാത്രം. അതിനുള്ള സാഹചര്യം ലോകം അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയില് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സമയം നിശ്ചയിച്ച് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ഒരാൾക്കും അത് തടയാനോ അത് മാറ്റിവെക്കാനോ അത് സമയത്തെ മാറ്റിയിട്ട് വേറെ സമയത്തേക്ക് ആക്കാനോ ഒന്നും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും അതില് നമ്മൾ പറയാനും പാടില്ല. അതുകൊണ്ടാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ എല്ലാവരും അള്ളാഹുലേക്ക് മടങ്ങുന്നവരാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ എന്നാണ്. ഈ പ്രയാസത്തിന് എനിക്കൊരു ഖൈർ പിന്നീട് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ കീഴൊതുങ്ങുക എന്നത് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് ചിക്കിച്ചകഞ്ഞ് അതെങ്ങനെയാണ്, അത് എന്തുകൊണ്ടാണ്, അത് ഇങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെയാകുമായിരുന്നു, ഇതൊന്നും നമുക്ക് അനുവദിക്കപ്പെടാത്ത വാക്കുകളും വചനങ്ങളുമാണ്. അതിൽ നിന്നെല്ലാം നമ്മൾ എപ്പോഴും നമ്മളോട് തന്നെ കാവൽ തേടണം. പറയുക, ഇതിൽ നിന്ന് ഈ വിപത്തുകളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ആയിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് നിങ്ങൾ താഴ്മയോടും രഹസ്യമായും പ്രാർത്ഥിക്കുന്ന സമയത്ത് കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നത് ആരാണ്? പറയുക, അള്ളാഹു ആണ് അവയിൽ നിന്ന് മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ അവനോട് പങ്കു ചേർക്കുന്നുവല്ലോ. പറയുക, നിങ്ങളുടെ മുകൾ ഭാഗത്ത് നിന്നോ നിങ്ങളുടെ കാലുകളുടെ ചുവട്ടിൽ നിന്നോ നിങ്ങളുടെ മേൽ ശിക്ഷ അയക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളെ ഭിന്നകക്ഷികളാക്കി ആശയക്കുഴപ്പത്തിലാക്കുകയും നിങ്ങളിൽ നിന്ന് ചിലർക്ക് മറ്റു ചിലരുടെ പീഡനം അനുഭവിപ്പിക്കാൻ ചെയ്യാൻ കഴിവുള്ളവനത്രേ അവൻ. നോക്കൂ, അവർ ഗ്രഹിക്കുവാൻ വേണ്ടി നാം തെളിവുകൾ വിവിധ രൂപത്തിൽ വിവരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന്. ഒരാള് മറ്റൊരാളെ മുകളില് മേൽക്കോയ്മ നേടുന്നതും അവനെ അടക്കി ഭരിക്കുന്നതും ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചുകൊണ്ട് സംഭവിക്കുന്നതാണ്.
പക്ഷെ നമ്മുടെ എന്തെങ്കിലും ഒരു തിന്മയായിരിക്കും അതിന് കാരണം. നമ്മൾ ചെയ്യേണ്ട കടമ ചെയ്യാത്തത് കൊണ്ടും കർമ്മം പൂർത്തിയാക്കാത്തത് കൊണ്ടും മറ്റൊരാൾ നമ്മളെ കയറി ഭരിക്കാൻ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. നമ്മുടെ തിന്മകൾ, നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി നമ്മളെ വീണ്ടും നന്മയിലേക്ക് വരാനും അള്ളാഹുവിനോട് പാപമോചനം തേടാനും ലഭിച്ച ഒരനുഗ്രഹമാണത്, ഒരു സാഹചര്യമാണത്. ആ സാഹചര്യത്തെ നമ്മൾ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എന്തൊരു പരീക്ഷണങ്ങളും എന്തൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെനിക്കൊരു ഹൈറ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് മനസ്സിലാക്കുകയും എത്രയും നല്ല രീതിയിൽ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യും, അള്ളാഹുലേക്ക് കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് നമ്മൾ കൂടുതൽ താഴ്മ കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രയാസത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരികയും ഒരു വിടുതൽ നമുക്ക് തരികയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയെ, നിന്റെ ജനത ഇത് സത്യമായിരിക്കെ ഇതിനെ നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നു. പറയുക, ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനൊന്നുമല്ല. ഓരോ വൃത്താന്തത്തിനും അത് സത്യമായി പുലരുന്ന സന്ദർഭമുണ്ട്. വഴിയെ നിങ്ങൾ അതറിഞ്ഞുകൊള്ളും. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അപഹസിക്കുന്നതിൽ മുഴുകുന്നവരെ നീ കണ്ടാൽ അവർ മറ്റു വല്ല വർത്തമാനത്തിലും പ്രവേശിക്കുന്നതുവരെ നീ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. ഇനി വല്ലപ്പോഴും നിന്നെ പിശാച് മറപ്പിച്ചു കളയുന്ന പക്ഷം ഓർമ്മ വന്നതിനു ശേഷം അക്രമികളായ ആളുകളുടെ കൂടെ നീ ഇരിക്കരുത്. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അവരുടെ അക്രമികളുടെ കണക്ക് നോക്കേണ്ട യാതൊരു ബാധ്യതയുമില്ല. പക്ഷെ അവർ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്, അവർ സൂക്ഷ്മതയുള്ളവരായേക്കാം. അതായത് ഒരാള് ചെയ്യുന്ന തിന്മ കണ്ടിട്ട് അതിന്റെ വ്യാപ്തിയും, അയാൾ നരകത്തിലാണെന്നോ അയാൾ സ്വർഗത്തിലാണെന്നോ അയാൾ ഇന്ന വഴിയിലാണെന്നോ അയാൾ പരീക്ഷിക്കപ്പെടുന്നു, വരും തലമുറയിൽ അയാൾ ഇങ്ങനെ ആവുമെന്നോ ഒന്നും നമുക്ക് പറയാനുള്ള ബാധ്യത ഇല്ല എന്നാണ്. എന്നാൽ എന്താണ്, നമുക്ക് അയാളെ ഉപദേശിക്കാനുള്ള ബാധ്യതയുണ്ട്. അതായത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ, ഇങ്ങനെ ഇത് തെറ്റാണ്, ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെ ഹദീസ് ഉണ്ട്, ഇങ്ങനെ നമുക്ക് ഉപദേശിച്ചു കൊടുക്കാം എന്നുള്ളതല്ലാതെ അയാളുടെ തിന്മക്കുള്ള അതിന്റെ അളവ് പോലെ നമ്മൾ ഉണ്ടാക്കേണ്ട, അത് നോക്കേണ്ട ബാധ്യത നമുക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കാരണം അവര് പിന്നീട് ചിലപ്പോൾ നന്നാവാൻ സാധ്യതയുണ്ട്. അവര് നന്നായി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ വാക്കുകളൊക്കെ എന്തായി, അത് ദുനിയാവില് നിലനിൽക്കുന്ന നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വാക്കുകളാണ്. കാരണം അള്ളാഹുവിന്റെ റഹ്മത്തിനെ ആരാണ് ചോദ്യം ചെയ്യുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ആരാണ് എന്റെ റഹ്മത്തിനെ ചോദ്യം ചെയ്യുന്നത്? ആ റഹ്മത്തിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാല് അതിന് ആരെയാണ് നമ്മൾ കിട്ടൂല, അവർക്ക് അവർ നന്നാവൂല എന്ന് നമ്മൾ വിചാരിച്ചത്, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുകയും ആരാണോ അള്ളാഹിന്റെ റഹ്മത്തിൽ ചോദ്യം ചെയ്തത്, ആ ചോദ്യം ചെയ്ത ആൾക്ക് അത് ഇട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതോട് കൂടിയിട്ട് അയാൾ എന്താവും, പിന്നീട് അയാള് ആ തിന്മയിലേക്ക്, കുഫറിലേക്ക് മാറിപ്പോകും എന്നുള്ള. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, മറ്റൊരാളെ കുറിച്ച് എന്ത് തന്നെ പറയുമ്പോഴും അയാൾക്ക് ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്തു കൊടുത്തേക്കാം. ആ പറയപ്പെട്ട ആൾക്ക് എന്താവും, പിന്നീട് ആ കുഫർ ചിലപ്പോൾ ഏൽപ്പിച്ചു കൊടുത്തേക്കാം. അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ. കാരണം അതുകൊണ്ട് തന്നെ അള്ളാഹുന്റെ റഹ്മത്തിനെ ആരും ചോദ്യം ചെയ്യരുത്. ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണമെങ്കിൽ എല്ലാവരെയും സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ആരെയും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തങ്ങളുടെ മതത്തെ കളിയും വിനോദവുമാക്കി തീർക്കുകയും ഐഹിക ജീവിതം കണ്ട് വഞ്ചിതരാവുകയും ചെയ്തിട്ട് വിട്ടേക്കുക. ഏതൊരാത്മാവും സ്വയം ചെയ്തു വെച്ചതിന്റെ ഫലമായ നാശത്തിലേക്ക് തള്ളപ്പെടുമെന്നതിനാൽ ഇത് ഖുർആൻ മുഖേന നീ ഉത്ബോധനം നടത്തുക. അള്ളാഹുവിന് പുറമെ ആ ആത്മാവിന് യാതൊരു രക്ഷാധികാരിയും ശുപാർശനും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാവിധ പ്രായശ്ചിത്തവും നൽകിയാലും ആ ആത്മാവിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. സ്വയം ചെയ്തു വെച്ചതിന്റെ ഫലമായ നാശത്തിലേക്ക് തള്ളപ്പെട്ടവരത്രേ അവർ. അവർ നിഷേധിച്ചിരുന്നതിന്റെ ഫലമായി ചുട്ടുപൊള്ളുന്ന കുടിനീരും വേദനാജനകമായ ശിക്ഷയുമാണ് അവർക്കുണ്ടാവുക. പറയുക, അള്ളാഹുവിന് പുറമെ ഞങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവില്ലാത്തതിനെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയോ? അള്ളാഹു ഞങ്ങളെ നേർവഴിയിലാക്കിയതിനു ശേഷം ഞങ്ങൾ പുറകോട്ട് മറക്കപ്പെടുകയും എന്നിട്ട് പിശാച് തട്ടിത്തിരിച്ചു കൊണ്ടുപോയി ഭൂമിയിൽ അന്താളിച്ചു കഴിയുന്ന ഒരുത്തനെ പോലെ ഞങ്ങൾ ആവുകയോ? ഞങ്ങളുടെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നേർവഴിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ചില കൂട്ടുകാരുണ്ട്. അവന് പറയുക, തീർച്ചയായും അള്ളാഹുവിന്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം. ലോകരക്ഷിതാവിന് കീഴ്പ്പെടുവാനാണ് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണമെന്നും അവനെ സൂക്ഷിക്കണമെന്നും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവങ്കലേക്കായിരിക്കും നിങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അവനത്രേ ആകാശങ്ങളുടെയും ഭൂമിയെയും മുറപ്രകാരം സൃഷ്ടിച്ചവൻ. അവൻ ഉണ്ടാകൂ എന്ന് പറയുന്ന ദിവസം അതുണ്ടാവുക തന്നെ ചെയ്യുന്നു. അവന്റെ വചനം സത്യമാകുന്നു. കാഹളത്തിൽ ഉറത്തപ്പെടുന്ന ദിവസം അവന് മാത്രമാകുന്നു ആധിപത്യം. ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണവൻ. അവൻ യുക്തിമാനും സൂക്ഷ്മജ്ഞനുമുള്ളവനത്രേ.
ഇബ്രാഹിം തന്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ചില ബിംബങ്ങളെയാണ് താങ്കൾ ദൈവങ്ങളായി സ്വീകരിക്കുന്നത്. തീർച്ചയായും താങ്കളുടെ ജനതയും വ്യക്തമായ വഴികേടിലാണെന്ന് ഞാൻ കാണുന്നു. അപ്രകാരം ഇബ്രാഹീമിന് നാം ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യ രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം ദൃഢബോധമുള്ളവരുടെ കൂട്ടത്തിലായിരിക്കാൻ വേണ്ടിയും കൂടിയാണത്. അങ്ങനെ രാത്രി അദ്ദേഹത്തെ ഇരുൾ കൊണ്ട് മൂടിയപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്. എന്നിട്ട് അത് അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്തമിച്ചു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അനന്തരം ചന്ദ്രൻ ഉയരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്. എന്നിട്ട് അതും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവ് എനിക്ക് നേർവഴി കാണിച്ചു തന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വഴിപഴച്ച ജനവിഭാഗത്തിൽപ്പെട്ടവനായി തീരും. അനന്തരം സൂര്യൻ ഉദിച്ചുയരുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്. ഇതാണ് ഏറ്റവും വലുത്. അങ്ങനെ അതും അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ സമുദായമേ, നിങ്ങൾ ദൈവത്തോട് പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം തീർച്ചയായും ഞാൻ ഒഴിവാകുന്നു. തീർച്ചയായും ഞാൻ നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ മുഖം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനിലേക്ക് തിരിച്ചിരിക്കുന്നു. ഞാൻ ബഹുദൈവാരാധകരിൽ പെട്ടവനേയല്ല. അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹവുമായി തർക്കത്തിൽ ഏർപ്പെടുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ? അവനാകട്ടെ എന്നെ നേർവഴിയിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ അവനോട് പങ്കുചേർക്കുന്ന യാതൊന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. എന്റെ രക്ഷിതാവ് ഉദ്ദേശിക്കുന്നത് എന്തോ അതല്ലാതെ സംഭവിക്കുകയില്ല. എന്റെ രക്ഷിതാവിന്റെ ജ്ഞാനം സർവജ്ഞ കാര്യങ്ങളിലും ഉൾക്കൊള്ളുവാൻ മാത്രം വിപുലമായിരിക്കുന്നു. നിങ്ങൾ എന്താണ് ആലോചിച്ചു നോക്കാത്തത്? നിങ്ങൾ അള്ളാഹുവോട് പങ്കുചേർക്കുന്നതിന് ഞാൻ എങ്ങനെ ഭയപ്പെടും? നിങ്ങളാകട്ടെ അള്ളാഹു നിങ്ങൾക്ക് യാതൊരു പ്രമാണവും നൽകിയിട്ടില്ലാത്ത വസ്തുക്കൾ അവനോട് പങ്കുചേർക്കുന്നതിനെ പറ്റി ഭയപ്പെടുന്നുമില്ല. അപ്പോൾ രണ്ട് കക്ഷികളിൽ ആരാണ് നിർഭയരായിരിക്കാൻ ഏറ്റവും അർഹതയുള്ളവർ? പറയൂ, നിങ്ങൾക്കറിയാമെങ്കിൽ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്. അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ. ഇബ്രാഹീമിന് തന്റെ ജനതയ്ക്കെതിരെ നാം നൽകിയ ന്യായപ്രമാണമത്രേ അത്. നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം പദവികൾ ഉയർത്തിക്കൊടുക്കുന്നു. തീർച്ചയായും നിന്റെ രക്ഷിതാവ് യുക്തിമാനും സർവജ്ഞനുമത്രേ. അദ്ദേഹത്തിന് നാം ഇസ്ഹാക്കിനെയും യാക്കോബിനെയും നൽകുകയും ചെയ്തു. അവരെയെല്ലാം നാം നേർവഴിയിലാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് മുമ്പ് നൂഹിനെയും നാം നേർവഴിയിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ നിന്ന് ദാവൂദിനെയും സുലൈമാനെയും അയ്യൂബിനെയും യൂസുഫിനെയും മൂസയെയും ഹാറൂനെയും നാം നേർവഴിയിലാക്കി. അപ്രകാരം സദ്വൃത്തർക്ക് നാം പ്രതിഫലം നൽകുന്നു. സക്കരിയ, യഹിയ, ഈസ, ഇല്യാസ് എന്നിവരെയും നേർവഴിയിലാക്കി. അവരെല്ലാം സജ്ജനങ്ങളിൽപ്പെട്ടവരത്രേ. ഇസ്രായേൽ, ഇസ്മായിൽ, അല്യസ, യൂനുസ്, ലൂത്ത് എന്നിവരെയും നേർവഴിയിലാക്കി. അവരെയെല്ലാം ലോകരിൽ വെച്ച് ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. അവരുടെ പിതാക്കളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ചിലർക്ക് നാം ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അവരെ നാം വിശിഷ്ടരായി തിരഞ്ഞെടുക്കുകയും നേർമാർഗത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് അള്ളാഹുവിന്റെ മാർഗദർശനം. അത് മുഖേന തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴി മാർഗത്തിലേക്ക് നയിക്കുന്നു. അവർ അള്ളാഹുവോട് പങ്കുചേർത്തിരുന്നുവെങ്കിൽ അവർ പ്രവർത്തിച്ചിരുന്നതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമായി പോവുമായിരുന്നു. നാം വേദവും വിജ്ഞാനവും പ്രവാചകത്വം നൽകപ്പെട്ടിട്ടുള്ളവരത്രേ അവർ ഇനി ഇക്കൂട്ടർ അവയൊക്കെ നിഷേധിക്കുകയാണെങ്കിൽ അവയിൽ അവിശ്വസിക്കുന്നവരല്ലാത്ത ഒരു ജനവിഭാഗത്തെ നാം ഭാരമേൽപ്പിച്ചിട്ടുണ്ട്. അവരെയാണ് അള്ളാഹു നേർവഴിയാക്കിയിട്ടുള്ളത്. അതിനാൽ അവരുടെ നേർമാർഗത്തെ നാം പിന്തുടർന്നു കൊള്ളുക. നബിയെ പറയുക, ഇതിന്റെ പേരിൽ യാതൊരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. ഇത് ലോകർക്ക് വേണ്ടിയുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമില്ല. ഒരു മനുഷ്യനും അള്ളാഹു യാതൊന്നും അവതരിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു വിലയിരുത്തേണ്ട മുറപ്രകാരം വിലയിരുത്താതിരിക്കുകയാണ് അവർ ചെയ്തത്. പറയുക, എന്നാൽ സത്യപ്രകാശമായിക്കൊണ്ടും മനുഷ്യർക്ക് മാർഗദർശകമായിക്കൊണ്ടും മൂസ കൊണ്ടുവന്ന ഗ്രന്ഥം ആരാണ് അവതരിപ്പിച്ചത്? നിങ്ങൾ അതിന് കടലാസു തുണ്ടുകളാക്കി ചില ഭാഗങ്ങൾ വെളിപ്പെടുത്തുകയും മറ്റു ചിലത് ഒളിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾക്കോ നിങ്ങളുടെ പിതാക്കൾക്കോ അറിവില്ലാതിരുന്ന പലതും ആ ഗ്രന്ഥത്തിലൂടെ നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആണ് അത് അവതരിപ്പിച്ചത് എന്ന് പറയുക. എന്നിട്ട് അവരുടെ കുതന്ത്രങ്ങളുമായി വിളയാടുവാൻ അവരെ വിട്ടേക്കുക. ഇതാ നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞൊരു ഗ്രന്ഥം. അതിന്റെ മുമ്പുള്ള വേദത്തെ ശരിവെക്കുന്നത് അത്രേ. അത് മാതൃനഗരിയിലും മക്കയിലും അതിന്റെ ചുറ്റുഭാഗമുള്ളവർക്ക് നീ താക്കീത് നൽകുവാൻ വേണ്ടി ഉള്ളതുമാണത്. പരലോകത്തിൽ വിശ്വസിക്കുന്നവർ ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നതാണ്. തങ്ങളുടെ നമസ്കാരം അവർ മുറപ്രകാരം സൂക്ഷിച്ചു പോരുന്നതാണ്. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ തനിക്ക് യാതൊരു ബോധനവും നൽകപ്പെടാതെ തനിക്ക് ബോധനം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയോ ചെയ്തവനേക്കാളും അള്ളാഹു അവതരിപ്പിച്ചതുപോലെയുള്ളത് ഞാനും അവതരിപ്പിക്കാമെന്ന് പറഞ്ഞവനേക്കാളും വലിയ അക്രമി ആരുണ്ട്? ആ അക്രമികൾ വെപ്രാളത്തിലായിരിക്കുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ. നിങ്ങളുടെ ആത്മാക്കളെ പുറത്തിറക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരുടെ നേരെ തങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ സത്യമല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ അഹങ്കരിച്ച് കളഞ്ഞതിന്റെയും ഫലമായി ഇന്ന് നിങ്ങൾക്ക് ഹീനമായ ശിക്ഷ നൽകപ്പെടുന്നതാണ് എന്ന് മലക്കുകൾ പറയും.
അവരോട് അള്ളാഹു പറയും, നിങ്ങളെ നാം ആദ്യഘട്ടത്തിൽ സൃഷ്ടിച്ചതുപോലെ തന്നെ നിങ്ങൾക്കിതാ നമ്മുടെ അടുക്കൽ ഒറ്റപ്പെട്ടവരായി വന്നെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് നാം അധീനപ്പെടുത്തി തന്നതെല്ലാം നിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങൾ വിട്ടേച്ചു പോന്നിരിക്കുന്നു. നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പങ്കുകാരാണെന്ന് നിങ്ങൾ ജൽപ്പിച്ചിരുന്ന നിങ്ങളുടെ ആ ശുപാർശക്കാരെ നിങ്ങളോടൊപ്പം നാം കാണുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധം അറ്റുപോവുകയും നിങ്ങൾ ജൽപ്പിച്ചിരുന്നതെല്ലാം നിങ്ങളെ വിട്ടുപോവുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും ധാന്യമണികളും ഈന്തപ്പഴക്കുരുവും പിളർക്കുന്നവനാകുന്നു അള്ളാഹു. നിർജീവാവസ്ഥയിൽ നിന്ന് ജീവനുള്ളതിനെ അവൻ പുറത്തു വരുത്തുന്നു, ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും അവൻ പുറത്തു വരുത്തുന്നതാണ്. അങ്ങനെയുള്ളതിനെതിരെ അള്ളാഹു എന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ വഴിതെറ്റിക്കപ്പെടുന്നത്? പ്രഭാതത്തിൽ പിളർത്തിക്കൊണ്ടുവരുന്നവനാണവൻ, രാത്രിയെ അവൻ ശാന്തമായ വിശ്രമവേളയാക്കിയിരിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും കണക്കുകൾക്ക് അടിസ്ഥാനമാക്കിയിരിക്കുന്നു. പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹുവിന്റെ ക്രമീകരണമത്രേ അത്. അവനാണ് നിങ്ങൾക്ക് വേണ്ടി നക്ഷത്രങ്ങളെ കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിങ്ങൾക്ക് അവ മുഖേന വഴിയറിയാൻ പാകത്തിലാക്കി തന്നത്. മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം ഇതാ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. അവനാണ് ഒരേ ആത്മാവിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. പിന്നെ നിങ്ങൾക്ക് ഒരു സ്ഥിര സങ്കേതവും സൂക്ഷിപ്പ് കേന്ദ്രവുമുണ്ട്. കാര്യം ഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം ഇതാ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. അവനാണ് ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നവൻ. എന്നിട്ട് അത് മുഖേന നാം എല്ലാ വസ്തുക്കളുടെയും മുളകൾ പുറത്തു കൊണ്ടുവരികയും അനന്തരം അതിൽ നിന്ന് പച്ചപിടിച്ച ചെടികൾ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ആ ചെടികളിൽ നിന്ന് നാം തിങ്ങി നിറഞ്ഞ ധാന്യം പുറത്തു വരുത്തുന്നു. ഈന്തപ്പനയിൽ നിന്ന് അഥവാ അതിന്റെ കുമ്പോളത്ത് നിന്ന് തൂങ്ങിക്കിടക്കുന്ന കുലകൾ പുറത്തു വരുന്നു. അപ്രകാരം തന്നെ മുന്തിരിത്തോട്ടങ്ങളും പരസ്പരം തുല്യത തോന്നുന്നതും എന്നാൽ ഒരുപോലെ അല്ലാത്തതുമായ മൗല്യവും മാതൃവും നാം ഉൽപ്പാദിപ്പിച്ചോ. അവയുടെ കായ്കൾ കായ്ച്ചു വരുന്നതും മൂപ്പെത്തുന്നതും നിങ്ങൾ നോക്കൂ. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിലെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട്. അവർ ജിന്നുകളെ അള്ളാഹുവിന് പങ്കാളികളാക്കിയിരിക്കുന്നു. എന്നാൽ അവരെ അവൻ സൃഷ്ടിച്ചതാണ്. ഒരു വിവരവും കൂടാതെ അവന് പുത്രന്മാരെയും പുത്രിമാരെയും അവർ ആരോപിച്ചുണ്ടാക്കിയിരിക്കുന്നു. അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനും ഉന്നതനുമാകുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിർമ്മാതാവാണ് അവൻ. അവന് എങ്ങനെ ഒരു സന്താനമുണ്ടാകും? അവനൊരു കൂട്ടുകാരിയുമില്ലല്ലോ. എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചതാണ്. അവൻ ഏതൊരു കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാണ്. അങ്ങനെയുള്ളവനാണ് അള്ളാഹു, നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് അവൻ. അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക. അവൻ സർവ്വകാര്യങ്ങളുടെയും രക്ഷാധികാരിയാകുന്നു, കൈകാര്യകർത്താവാകുന്നു. കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല, കണ്ണുകൾ അവനെ കണ്ടെത്തുകയും ചെയ്യും. അവൻ സൂക്ഷ്മജ്ഞാനിയും ഉള്ളവനുമാകുന്നു. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്കിതാ കണ്ണു തുറപ്പിക്കുന്ന തെളിവുകൾ വന്നെത്തിയിരിക്കുന്നു. വല്ലവനും അത് കണ്ടറിഞ്ഞാൽ അതിന്റെ ഗുണം അവന് തന്നെയാണ്. വല്ലവനും അന്ധത കൈക്കൊണ്ടാൽ അതിന്റെ ദോഷവും അവന് തന്നെ. ഞാൻ നിങ്ങളുടെ മേൽ കാവൽക്കാരനൊന്നുമല്ല. അപ്രകാരം നാം വിവിധ രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നു. നീ വല്ലവരിൽ നിന്നും പഠിച്ചു വന്നതാണെന്ന് അവിശ്വാസികൾ പറയുവാനും എന്നാൽ മനസ്സിലാക്കുന്ന ആളുകൾക്ക് നാം കാര്യം വ്യക്തമാക്കി കൊടുക്കുവാനും വേണ്ടിയാണത്. നിനക്ക് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ബോധനം നൽകപ്പെട്ടതിൽ നീ പിന്തുടരുക. അവനല്ലാതെ ഒരു ദൈവവുമില്ല. ബഹുദൈവ ആരാധകരിൽ നിന്ന് നീ തിരിഞ്ഞു കളയുക. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ അവനോട് പങ്കുചേർക്കുമായിരുന്നില്ല. നിന്നെ നാം അവരുടെ മേൽ ഒരു കാവൽക്കാരനാക്കിയിട്ടുമില്ല. നീ അവരുടെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനുമല്ല. അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നീ ശകാരിക്കരുത്. അവർ വിവരമില്ലാതെ അതിക്രമമായി അള്ളാഹുവെ ശകാരിക്കുവാൻ അത് ആയേക്കും. അപ്രകാരം ഓരോ വിഭാഗത്തിനും അവരുടെ പ്രവർത്തനം നാം ഭംഗിയായി തോന്നിപ്പിച്ചിരിക്കുന്നു. പിന്നീട് അവരുടെ രക്ഷിതാവിലേക്കാണ് അവരുടെ മടക്കം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അപ്പോൾ അവൻ അവരെ അറിയിക്കുന്നതാണ്. തങ്ങൾക്ക് വല്ല ദൃഷ്ടാന്തം വന്നു കിട്ടുന്ന പക്ഷം അതിൽ വിശ്വസിക്കുക തന്നെ ചെയ്യുമെന്ന് അവർ അള്ളാഹുവിന്റെ പേരിൽ തങ്ങളെ കൊണ്ടാവും വിധം ഉറപ്പിച്ച് സത്യം ചെയ്ത് പറയുക, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിൽ മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് എന്തറിയാം? അത് വന്നു കിട്ടിയാൽ തന്നെ അവർ വിശ്വസിക്കുന്നതല്ല. ഇതിൽ ഖുർആനിൽ ആദ്യ തവണ അവർ വിശ്വസിക്കാതിരുന്നത് പോലെ തന്നെ ഇപ്പോഴും നാം അവരുടെ കണ്ണുകളെയും മനസ്സുകളെയും മറച്ചുകൊണ്ടിരിക്കും. അവരുടെ ധിക്കാരവുമായി വിഹരിച്ചു കൊള്ളുവാൻ നാം അവർ വിട്ടേക്കുകയും ചെയ്യും. നാം അവരിലേക്ക് മലക്കുകളെ ഇറക്കുകയും മരിച്ചവർ അവരോട് സംസാരിക്കുകയും സർവ്വവസ്തുക്കളെയും നാം അവരുടെ മുമ്പാകെ കൂട്ടം കൂട്ടമായി ശേഖരിക്കുകയും ചെയ്താലും അവർ വിശ്വസിക്കുവാൻ പോകുന്നില്ല, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിലല്ലാതെ. എന്നാൽ അവരിൽ അധിക പേരും വിവരക്കേട് പറയുന്നതാകുന്നു. അപ്രകാരം ഓരോ പ്രവാചകനും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളെ നാം ശത്രുക്കളാക്കിയിട്ടുണ്ട്. കബളിപ്പിക്കുന്ന ഭംഗിവാക്കുകൾ അവർ അന്യോന്യം ദുർബോധനം ചെയ്യുന്നു. നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് അവർ കെട്ടിച്ചമയ്ക്കുന്ന കാര്യങ്ങളുമായി അവരെ നീ വിട്ടേക്കുക. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ മനസ്സുകൾ അതിലേക്ക് ആ ഭംഗിവാക്കുകളിലേക്ക് ചായുവാനും അവർ അതിൽ സംതൃപ്തരാകുവാനും അവർ ചെയ്തു കൂട്ടുന്നതെല്ലാം ചെയ്തു കൂട്ടുവാനും വേണ്ടി എത്രയത് പറയുക. അപ്പോൾ വിധികർത്താവായ ഞാൻ അന്വേഷിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരെയാണ്.
അവനാകട്ടെ വിശദ വിവരങ്ങളുമായി വേദഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നവനാകുന്നു. അത് സത്യവുമായി നിന്റെ രക്ഷിതാവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണെന്ന് നാം മുമ്പ് വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർക്കറിയാം. അതിനാൽ നീ ഒരിക്കലും സംശയാലുക്കളിൽ പെട്ടുപോകരുത്. നിന്റെ രക്ഷിതാവിന്റെ വചനം സത്യത്തിലും നീതിയിലും പൂർണ്ണമായിരിക്കുന്നു. അവന്റെ വചനങ്ങൾക്ക് മാറ്റം വരുത്താൻ ആരുമില്ല. അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഭൂമിയിലുള്ളവരിൽ അധിക പേരെയും നീ അനുസരിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ നീ തെറ്റിച്ചു കളയുന്നതാണ്. ഊഹത്തെ മാത്രമാണ് അവർ പിന്തുടരുന്നത്. അവർ അനുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. തന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവർ ആരാണെന്ന് തീർച്ചയായും നിന്റെ രക്ഷിതാവിനറിയാം. നേർവഴി പ്രാപിക്കുന്നവരെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു അവൻ. അതിനാൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു ആർക്കപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക, നിങ്ങൾ അതിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അറക്കപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ എന്തി തിന്നാതിരിക്കണം? നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയത് അവൻ നിങ്ങൾക്ക് വിശദമാക്കി തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ തിന്നുവാൻ നിർബന്ധിതരായി തീർന്നതൊഴികെ ധാരാളം പേർ യാതൊരു വിവരമില്ലാതെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ആളുകളെ പഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിന്റെ രക്ഷിതാവ് അതിക്രമികാരികളെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനത്രേ. പാപത്തിൽ നിന്ന് പ്രത്യക്ഷമായതും പരോക്ഷമായതും നിങ്ങൾ വെടിയുക. പാപം സമ്പാദിച്ചു വെക്കുന്നവരാരോ അവർ ചെയ്തു കൂട്ടുന്നതിന് തക്ക പ്രതിഫലം തീർച്ചയായും അവർക്ക് നൽകപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ തിന്നരുത്. തീർച്ചയായും അത് അധർമ്മമാണ്. നിങ്ങളോട് തർക്കിക്കുവാൻ വേണ്ടി പിശാചുക്കൾ അവരുടെ മിത്രങ്ങൾക്ക് തീർച്ചയായും ദുർബോധനം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങൾ അവരെ അനുസരിക്കുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾ അള്ളാഹുവോട് പങ്കുചേർക്കുന്നവരായി പോകും. നിർജീവാവസ്ഥയിലായിരിക്കെ നാം ജീവൻ നൽകുകയും നാം ഒരു സത്യപ്രകാശം നൽകിയിട്ടതുമായി ജനങ്ങൾക്കിടയിലൂടെ നടന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവന്റെ അവസ്ഥ പുറത്ത് കടക്കാനാവാത്ത വിധം അന്ധകാരങ്ങളിൽ അകപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നതെന്ന് പോലെയാണോ? അതെ, അങ്ങനെ സത്യനിഷേധികൾക്ക് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭംഗിയായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതേ പ്രകാരം തന്നെ ഓരോ നാട്ടിലും കുതന്ത്രങ്ങൾ ഉണ്ടാക്കുവാൻ അവിടുത്തെ കുറ്റവാളികളുടെ തലവന്മാരെ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവർ കുതന്ത്രം പ്രയോഗിക്കുന്നത് അവർക്കെതിരിൽ തന്നെയാണ്. അവർ അതിനെപ്പറ്റി ബോധവാന്മാരാകുന്നില്ല. അവർക്ക് വല്ല ദൃഷ്ടാന്തം വന്നാൽ അള്ളാഹുവിന്റെ ദൂതന്മാർക്ക് നൽകപ്പെട്ടത് പോലുള്ളത് ഞങ്ങൾക്ക് നൽകുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്നായിരിക്കും അവർ പറയുക. എന്നാൽ അള്ളാഹുവിന് നല്ലവണ്ണം അറിയാം തന്റെ ദൗത്യം എവിടെയാണ് ഏൽപ്പിക്കേണ്ടതെന്ന്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് തങ്ങൾ പ്രയോഗിച്ചിരിക്കുന്ന കുതന്ത്രത്തിന്റെ ഫലമായി അള്ളാഹുവിൽ ഹീനതയും കഠിനമായ ശിക്ഷ വന്നുവദിക്കുന്നതുമാണ്. ഏതൊരാളെ നേർവഴിയിലേക്ക് നയിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുവോ അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് അവൻ തുറന്നു കൊടുക്കുന്നതാണ്. ഏതൊരാളെ അള്ളാഹു പിഴവിലാക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവന്റെ ഹൃദയത്തെ ഇടുങ്ങിയും ഞെരുക്കമുള്ളതുമാക്കി തീർക്കുന്നതാണ്. അവൻ ആകാശത്തിലൂടെ കയറിപ്പോകുന്നത് പോലെ വിശ്വസിക്കാത്തവരുടെ മേൽ അപ്രകാരം അള്ളാഹു ശിക്ഷ ഏർപ്പെടുത്തുന്നു. നിന്റെ രക്ഷിതാവിന്റെ നേരായ മാർഗമാണിത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നാം ഇതാ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. അവർക്ക് അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ സമാധാനത്തിന്റെ ഭവനമുണ്ട്. അവർ അവരുടെ രക്ഷാധികാരിയായിരിക്കും. അവർ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമത്രേ. അവരെയെല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ജിന്നുകളോട് അവർ പറയും, ജിന്നുകളുടെ സമൂഹമേ, മനുഷ്യരിൽ നിന്ന് ധാരാളം പേരെ നിങ്ങൾ പിഴപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരിൽ നിന്നുള്ള അവരുടെ ഉറ്റമിത്രങ്ങൾ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ ചിലർ മറ്റു ചിലരെ കൊണ്ട് സുഖമനുഭവിക്കുകയുണ്ടായി. നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച അവധിയിൽ ഞങ്ങളിത് എത്തിയിരിക്കുന്നു. അവർ പറയും, നരകമാണ് നിങ്ങളുടെ പാർപ്പിടം. അള്ളാഹു ഉദ്ദേശിച്ച സമയം ഒഴികെ നിങ്ങൾ അതിൽ നിത്യവാസികളായിരിക്കും. തീർച്ചയായും നിന്റെ രക്ഷിതാവ് യുക്തിമാനും സർവജ്ഞനുമാകുന്നു. അപ്രകാരം ആ അക്രമികളിൽ ചിലർക്ക് നാം കൂട്ടാളികളാക്കിയിരിക്കുന്നു. അവർ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഫലമത്രയത്. ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരികയും നിങ്ങൾ ഈ ദിവസത്തെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് താക്കീത് നൽകുകയും ചെയ്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ദൂതന്മാർ നിങ്ങളുടെ അടുക്കൽ വരികയുണ്ടായില്ലേ? അവർ പറഞ്ഞു, ഞങ്ങളിതാ ഞങ്ങൾക്കെതിരായി തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഐഹിക ജീവിതം അവർ വഞ്ചിച്ചു കളഞ്ഞു. തങ്ങൾ സത്യനിഷേധികളായിരുന്നു എന്ന് സ്വദേഹങ്ങൾക്കെതിരെ തന്നെ അവർ സാക്ഷ്യം വഹിച്ചു. നാട്ടുകാർ സത്യത്തെപ്പറ്റി ബോധവാന്മാരല്ലാതായിരിക്കെ അവർ ചെയ്ത അക്രമത്തിന്റെ പേരിൽ നിന്റെ രക്ഷിതാവ് നാടുകൾ നശിപ്പിക്കുന്നവനല്ല എന്നതിനത്രേ അത് ദൂതന്മാരെ അയച്ചത്. ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി പല പദവികളുണ്ട്. അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി നിന്റെ രക്ഷിതാവ് ഒട്ടും അശ്രദ്ധനല്ല. നിന്റെ രക്ഷിതാവ് പരാശ്രയമുക്തനും കാരുണ്യവാനുമാകുന്നു. അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ നീക്കം ചെയ്യുകയും നിങ്ങൾക്ക് ശേഷം അവൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു ജനതയെ പകരം കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. മറ്റൊരു ജനതയുടെ വംശപരമ്പരയിൽ നിന്ന് നിങ്ങളെ അവൻ വളർത്തിയെടുത്തതുപോലെ. തീർച്ചയായും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുന്ന ആ കാര്യം വരിക തന്നെ ചെയ്യും. അള്ളാഹുവെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നബിയെ പറയുക, എന്റെ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾക്കനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക. തീർച്ചയായും ഞാനും അങ്ങനെ പ്രവർത്തിക്കാം. ലോകത്തിന്റെ പര്യവസാനം ആർക്ക് അനുകൂലമായിരിക്കുമെന്ന് വഴിയെ നിങ്ങൾക്കറിയാം. അക്രമികൾ വിജയം വരിക്കുകയില്ല തീർച്ച. അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കിയ കൃഷിയിൽ നിന്നും കാലികളിൽ നിന്നും അവന് ഒരു ഓഹരി നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ ജൽപ്പനമനുസരിച്ച് ഇത് അള്ളാഹുവിനുള്ളത്, മറ്റേത് തങ്ങൾ പങ്കാളികളാക്കിയ ദൈവങ്ങൾക്കുമുള്ളതാണെന്ന് അവർ പറഞ്ഞു. എന്നാൽ അവരുടെ പങ്കാളികൾക്കുള്ളത് അള്ളാഹുവിനെത്തുകയില്ല. അള്ളാഹുവിനുള്ളതാകട്ടെ അവരുടെ പങ്കാളികൾക്ക് എത്തുകയും ചെയ്യും. അവർ തീർപ്പ് കൽപ്പിക്കുന്നത് എത്ര മോശം!
അതുപോലെ തന്നെ ബഹുദൈവവാദികളിൽപ്പെട്ട പലർക്കും സ്വന്തം മക്കളെ കൊല്ലുന്നത് അവർ പങ്കാളികളാക്കിയ ദൈവങ്ങൾ ഭംഗിയാക്കി തോന്നിപ്പിച്ചിരിക്കുന്നു. അവരെ നാശത്തിൽപ്പെടുത്തുകയും അവർക്ക് അവരുടെ മതം തിരിച്ചറിയാൻ പറ്റാതാക്കുകയുമാണ് അതുകൊണ്ടുണ്ടായിത്തീരുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല. അതിനാൽ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയതുമായി അവരെ വിട്ടേക്കുക. അവർ പറഞ്ഞു, ഇവ വിലക്കപ്പെട്ട കാലികളും കൃഷികളുമാകുന്നു. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ചിലരല്ലാതെ അവ ഭക്ഷിച്ചുകൂടാ. അവരുടെ ജൽപ്പനമത്രേ. പുറത്ത് സവാരി ചെയ്യുന്നത് നിഷിദ്ധമാക്കപ്പെട്ട ചില കാലികളുമുണ്ട്, വേറെ ചില കാലികളുമുണ്ട്. അവയുടെ മേൽ അവർ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുകയില്ല. ഇതെല്ലാം അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. അവർ കെട്ടിച്ചമച്ചു കൊണ്ടിരുന്നതിന് തക്ക ഫലം അവർക്ക് നൽകിക്കൊള്ളും. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ കാലികളുടെ ഗർഭാശയത്തിലുള്ളത് ഞങ്ങളുടെ ആണുങ്ങൾക്കുള്ള മാത്രമുള്ളതും ഞങ്ങളുടെ ഭാര്യമാർക്ക് നിഷിദ്ധമാക്കപ്പെട്ടതുമാണ്. അത് ചത്തതാണെങ്കിലും അവരെല്ലാം അതിൽ പങ്കുപറ്റുന്നവരായിരിക്കും. അവരുടെ ഈ ജൽപ്പനത്തിന് തക്ക പ്രതിഫലം അവർ അള്ളാഹു വഴിയെ അവർക്ക് നൽകുന്നതാണ്. തീർച്ചയായും അവൻ യുക്തിമാനും സർവജ്ഞനുമാകുന്നു. ഭോഷത്വം കാരണമായി ഒരു വിവരവുമില്ലാതെ സ്വന്തം സന്താനങ്ങളെ കൊല്ലുകയും തങ്ങൾക്ക് അള്ളാഹു നൽകിയത് അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചുകൊണ്ട് നിഷിദ്ധമാക്കുകയും ചെയ്തവർ തീർച്ചയായും നഷ്ടത്തിൽപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അവർ പിഴച്ചുപോയി. അവർ നേർമാർഗം പ്രാപിക്കുന്നവരായില്ല. പന്തലിൽ പടർത്തപ്പെട്ടതും അല്ലാത്തതുമായ തോട്ടങ്ങളും ഈന്തപ്പനകളും വിവിധതരം കനികളുമുള്ള കൃഷികളും പരസ്പരം തുല്യത തോന്നുന്നതും എന്നാൽ സാദൃശ്യമില്ലാത്തതുമായ നിലയിൽ ഒലിവും മാതളവും എല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയത് അവനാകുന്നു. അവയോരോന്നും കായ്ക്കുമ്പോൾ അതിന്റെ ഫലത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. അതിന്റെ വിളവെടുപ്പ് ദിവസം അതിലുള്ള ബാധ്യത നിങ്ങൾ കൊടുത്തുവിട്ടുകയും ചെയ്യുക. നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. കാലികളിൽ നിന്ന് വരം ചുമക്കുന്നവയും അറുത്ത് ഭക്ഷിക്കുന്നവയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക. പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റി പോകരുത്. തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു. 8 ഇണകളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ചെമ്മരിയാടിൽ നിന്ന് 2ഉം കോലാടിൽ നിന്ന് 2ഉം. പറയുക, അവ രണ്ടിലെയും ആൺവർഗ്ഗങ്ങളെയാണോ അതല്ല പെൺവർഗ്ഗങ്ങളെയാണോ? അതുമല്ല പെൺവർഗ്ഗങ്ങളുടെ ഗർഭാശയങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയാണോ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളത്? അറിവിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറഞ്ഞു തരും, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ഒട്ടകത്തിൽ നിന്ന് 2 ഇണകളെയും പശുവർഗത്തിൽ നിന്ന് 2 ഇണകളെയും അവൻ സൃഷ്ടിച്ചു. പറയുക, അവ രണ്ടിലെയും ആൺവർഗ്ഗങ്ങളെയാണോ പെൺവർഗ്ഗങ്ങളെയാണോ? അതുമല്ല പെൺവർഗ്ഗങ്ങളുടെ ഗർഭാശയങ്ങൾ ഉൾക്കൊള്ളുന്നതിനാണോ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളത്? അല്ല, അള്ളാഹു നിങ്ങളോട് ഇതൊക്കെ ഉപദേശിച്ച സന്ദർഭത്തിൽ നിങ്ങൾ സാക്ഷികളായിട്ടുണ്ടോ? അപ്പോൾ അറിവില്ലാതെ ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല തീർച്ച. നബിയെ പറയുക, എനിക്ക് ബോധനം നൽകപ്പെട്ടതിൽ ഒരു ഭക്ഷിക്കുന്നവന് ഭക്ഷിക്കുവാൻ പാടില്ലാത്തതായി യാതൊന്നും ഞാൻ കാണുന്നില്ല. അത് ശവമോ ഒഴുക്കപ്പെട്ട രക്തമോ പന്നിമാംസമോ ആണെങ്കിലൊഴികെ. കാരണം അത് മ്ലേച്ഛമത്രേ. അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയായി പ്രഖ്യാപിക്കപ്പെട്ടതിൽ നിന്നും അധാർമികമായി തീർന്നിട്ടുള്ളവയും ഒഴികെ. എന്നാൽ വല്ലവനും ഇവ ഭക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന പക്ഷം അവൻ നിയമലംഘനം ആഗ്രഹിക്കാത്തവനും അതിരുവിട്ടു പോകാത്തവനുമാണെങ്കിൽ നിന്റെ നാഥൻ തീർച്ചയായും ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അത്രേ. നഖമുള്ള എല്ലാ ജീവികളെയും ജൂതന്മാർക്ക് നാം നിഷിദ്ധമാക്കുകയുണ്ടായി. പശു, ആട് എന്നീ വർഗ്ഗങ്ങളിൽ നിന്ന് അവയുടെ കൊഴുപ്പുകളും നാം അവർക്ക് നിഷിദ്ധമാക്കി. അവയുടെ മുതുകളിന്മേലോ കുടുകളിന്മേലോ ഉള്ളതോ എല്ലുമായി ഒട്ടിച്ചേർന്നിട്ടുള്ളതോ ഒഴികെ. അവരുടെ ധിക്കാരത്തിന് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായും അവർക്ക് നൽകിയ പ്രതിഫലമത്രേയത്. അവരുടെ ധിക്കാരത്തിന് നാം അവർക്ക് നൽകിയ പ്രതിഫലമത്രേയത്. തീർച്ചയായും നാം സത്യം പറയുന്നവനാകുന്നു. ഇനി അവർ നിന്നെ നിഷേധിച്ച് കളയുകയാണെങ്കിൽ നീ പറഞ്ഞേക്കുക, നിങ്ങളുടെ രക്ഷിതാവ് വിശാലമായ കാരുണ്യമുള്ളവനാകുന്നു. എന്നാൽ കുറ്റവാളികളായ ജനങ്ങളിൽ നിന്ന് അവരുടെ ശിക്ഷ ഒഴിവാക്കപ്പെടുന്നില്ല. ആ ബഹുദൈവ ആരാധകർ പറഞ്ഞേക്കും, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളോ ഞങ്ങളുടെ പിതാക്കളോ അള്ളാഹുവോട് പങ്കുചേർക്കുമായിരുന്നില്ല, ഞങ്ങൾ യാതൊന്നും നിഷിദ്ധമാക്കുമായിരുന്നില്ല എന്ന്. ഇതേ പ്രകാരം അവരുടെ മുൻഗാമികൾക്കും നമ്മുടെ ശിക്ഷ ആസ്വദിക്കുന്നവരെ നിഷേധിച്ചു കളയുകയുണ്ടായി. പറയുക, നിങ്ങളുടെ പക്കൽ വല്ല വിവരമുണ്ടോ എങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ അതൊന്ന് വെളിപ്പെടുത്തി തരൂ. ഊഹത്തെ മാത്രമാണ് നിങ്ങൾ പിന്തുടരുന്നത്, നിങ്ങൾ അനുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പറയുക, ആകയാൽ അള്ളാഹുവിനാണ് മികച്ച തെളിവുള്ളത്. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ മുഴുവൻ അവൻ നേർവഴിയിലാക്കുക തന്നെ ചെയ്യുമായിരുന്നു. പറയുക, അള്ളാഹു ഇതൊക്കെ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നിങ്ങളുടെ സാക്ഷികളെ കൊണ്ടുവരിക. ഇനി അവർ കള്ളസാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ നീ അവരോടൊപ്പം സാക്ഷിയായിരിക്കരുത്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിയവരും പരലോകത്തിൽ വിശ്വസിക്കാത്തവരും തങ്ങളുടെ രക്ഷിതാവിന് സമന്മാരെ വെക്കുന്നവരുമായ ആളുകളുടെ തന്നിഷ്ടങ്ങളെ നീ പിന്തുടർന്നു പോകരുത്. നബിയെ പറയുക, നിങ്ങൾ വരൂ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചു തരാം. അവയോട് യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കരുത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം.
ദാരിദ്ര്യം കാരണമായി സ്വന്തം മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. നാം ആണ് നിങ്ങൾക്കും അവർക്കും ആഹാരം തരുന്നത്. പ്രത്യക്ഷവും പരോക്ഷമായ നീചവൃത്തികളെ നിങ്ങൾ സമീപിച്ചു പോകരുത്. അള്ളാഹു പരിപാലനമാക്കിയ ജീവൻ ന്യായപ്രകാരമല്ലാതെ നിങ്ങൾ ഹനിച്ചു കളയരുത്. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണിത്. ഏറ്റവും ഉത്തമമായ മാർഗത്തിലൂടെ അല്ലാതെ നിങ്ങൾ അനാഥകളുടെ സ്വത്തിനെ സമീപിച്ചു പോകരുത്. അവന് കാര്യപ്രാപ്തി വെത്തുന്നവരെ നിങ്ങൾ അവന്റെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കണം. നിങ്ങൾ നീതിപൂർവ്വം അളക്കവും തൂക്കവും തികച്ചു കൊടുക്കണം. ഒരാൾക്കും അയാളുടെ കഴിവിലുപരിയായി നാം ബാധ്യതയെ ചുമത്തുന്നതെല്ലാം നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നീതി പാലിക്കുക. അതൊരു ബന്ധുവിന്റെ കാര്യത്തിലായിരുന്നാൽ പോലും. അള്ളാഹുവോടുള്ള കരാർ നിങ്ങൾ നിറവേറ്റുക. നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണിത്. ഇതത്രേ എന്റെ നേരായ പാത, നിങ്ങൾ അത് പിന്തുടരുക. മറ്റു മാർഗങ്ങൾ പിന്തുടരരുത്. അവയൊക്കെ അവന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ ചിതറിച്ചു കളയും. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണിത്. നന്മ ചെയ്തവനെന്ന് അനുഗ്രഹത്തിന്റെ പൂർത്തീകരണമായിക്കൊണ്ടും എല്ലാ കാര്യങ്ങൾക്കുമുള്ള വിശദീകരണവും മാർഗദർശനവുമായ കാരുണ്യമായിക്കൊണ്ടും പിന്നീട് മൂസക്ക് നാം വേദഗ്രന്ഥം നൽകി. തങ്ങളുടെ രക്ഷിതാവുമായ കൂടിക്കാഴ്ചയിൽ അവർ വിശ്വസിക്കുന്നവരാകാൻ വേണ്ടി. ഇതാകട്ടെ നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഗ്രന്ഥമത്രേ. അവനെ നിങ്ങൾ പിൻപറ്റുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. ഞങ്ങളുടെ മുമ്പുള്ള 2 വിഭാഗങ്ങൾക്ക് മാത്രമേ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അവർ വായിച്ചു കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി ഞങ്ങൾക്ക് തീർത്തും ധാരണയില്ലായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം എന്നതിനാലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു വേദഗ്രന്ഥം അവതരിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അവരെക്കാൾ സന്മാർഗികൾ ആകുമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം എന്നതിനാൽ. അങ്ങനെ നിങ്ങൾക്കിതാ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് വ്യക്തമായ പ്രമാണവും മാർഗദർശനവും കാരുണ്യവും വന്നു കിട്ടിയിരിക്കുന്നു. എന്നിട്ടും അള്ളാഹുവിന്റെ തെളിവുകളെ നിഷേധിച്ചു തള്ളുകയും അവയിൽ നിന്ന് തിരിഞ്ഞുകളയുകയും ചെയ്തവരെക്കാൾ കടുത്ത ക്രമി ആരുണ്ട്? നമ്മുടെ തെളിവുകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവർക്ക് അവർ തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നതിന് പ്രതിഫലമായി നാം കടുത്ത ശിക്ഷ നൽകുന്നതാണ്. തങ്ങളുടെ അടുക്കൽ മലക്കുകൾ വരുന്നതോ നിന്റെ രക്ഷിതാവ് തന്നെ വരുന്നതോ നിന്റെ രക്ഷിതാവിന്റെ ഏതെങ്കിലും ദൃഷ്ടാന്തം വരുന്നതോ അല്ലാതെ മറ്റെന്താണ് അവർ കാത്തിരിക്കുന്നത്? നിന്റെ രക്ഷിതാവിന്റെ ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം വരുന്ന ദിവസത്തിന് മുമ്പ് തന്നെ വിശ്വസിക്കുകയും വിശ്വാസത്തോടു കൂടി വല്ല നന്മയും ചെയ്തു വെക്കുകയും ചെയ്തിട്ടില്ലാത്ത യാതൊരാൾക്കും തന്റെ വിശ്വാസം പ്രയോജനപ്പെടുന്നതല്ല പറയുക. നിങ്ങൾ കാത്തിരിക്കൂ, ഞങ്ങളും കാത്തിരിക്കുകയാണ്. തങ്ങളുടെ മതത്തിൽ ഭിന്നതയുണ്ടാക്കുകയും കക്ഷികളായി തീരുകയും ചെയ്തവരാരോ അവരുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല. അവരുടെ കാര്യം അള്ളാഹുവിലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി അവർ പിന്നീട് അവരെ അറിയിച്ചുകൊള്ളും. വല്ലവനും ഒരു നന്മ കൊണ്ടുവന്നാൽ അതവന് അവന് 10 മടങ്ങ് നൽകുന്നതാണ്. വല്ലവനും ഒരു തിന്മ കൊണ്ടുവന്നാൽ അതിന് തുല്യമായ പ്രതിഫലം മാത്രമേ നൽകപ്പെടുകയുള്ളൂ. അവരോട് യാതൊരു അനീതിയും കാണിക്കപ്പെടുകയില്ല. പറയുക, തീർച്ചയായും എന്റെ രക്ഷിതാവ് എന്നെ നേരായ മാർഗത്തിലേക്ക് നയിച്ചിരിക്കുന്നു, വക്രതയില്ലാത്ത മതത്തിലേക്ക്, നേർമാർഗത്തിൽ നിലകൊണ്ട ഇബ്രാഹിമിന്റെ ആദർശത്തിലേക്ക്. അദ്ദേഹം ബഹുദൈവ ആരാധകരിൽ പെട്ടവനായിരുന്നില്ല. പറയുക, തീർച്ചയായും എന്റെ പ്രാർത്ഥനയും എന്റെ ആരാധന കർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ രക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. അവന് പങ്കുകാരെയില്ല. അപ്രകാരമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവന് കീഴ്പ്പെടുന്നവരിൽ പെട്ട ഒന്നാമനാണ് ഞാൻ. പറയുക, അള്ളാഹു അല്ലാത്തവരെ ഞാൻ തേടുകയോ? അവനാകട്ടെ മുഴുവൻ വസ്തുക്കളെയും രക്ഷിതാവാണ്. ഏതൊരാളും ചെയ്തു വെച്ചതിന്റെ ഉത്തരവാദിത്വം അവർക്ക് മാത്രമായിരിക്കും. ഭരം ചുമക്കുന്ന യാതൊരാളും മറ്റൊരാളുടെ ഭരം ചുമക്കുന്നതല്ല. അനന്തരം നിങ്ങളുടെ രക്ഷിതാവിലേക്ക് നിങ്ങളുടെ മടക്കം ഏത് കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായ ഭിന്നത പുലർത്തിയിരിക്കുന്നു അതിനെപ്പറ്റി അപ്പോൾ അവൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അവനാണ് നിങ്ങളെ ഭൂമിയിൽ പിന്തുടർച്ചാവകാശികളാക്കിയത്. നിങ്ങൾ ചിലരെക്കാളും പദ്ധതികളിൽ അവൻ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് അവൻ നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി അത്രേ. അത് തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് വേഗത്തിൽ ശിക്ഷാ നടപടി ഏറ്റെടുക്കുന്നവനാകുന്നു. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും കൂടിയാകുന്നു. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. يا غني الله أغنني بفضلك من سواك. يا غني الله أغنني بفضلك من سواك. يا غني الله أغنني بفضلك من سواك. ربي أنت المنزل مبارك أنت خير المنزلين. اللهم يسر ولا تعسر وتمم بالخير. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعافني وعافني. الحمد لله رب العالمين. إنا لله وإنا إليه راجعون. اللهم اجرني في مصيبتي واخلف لي خيرا منها. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين.
اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. ربي إني لما أنزلت إلي من خير فقير. ربي إني لما أنزلت إلي من خير فقير. ربي إني لما أنزلت إلي من خير فقير. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. آمين 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 برحمتك يا أرحم الراحمين. يا أرحم الراحمين يا ذا الجلال الإكرام يا ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹുവേ, യാ റഹ്മാൻ റഹീമായ അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇറക്കി തരുന്ന ഏതൊരു ഗുണകരമായ ഖൈറായ ഏതൊന്നിനും ഞങ്ങൾ ആവശ്യക്കാരാണ്. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് നിന്നിൽ നിന്നുള്ള അനുഗ്രഹത്തെ ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യത്തിൽ നീ ഞങ്ങൾക്ക് വഴിയൊരുക്കി തരികയും ചെയ്യണമേ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾക്ക് വിശാലമാക്കി തരികയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും എളുപ്പമാക്കി തരികയും ചെയ്യണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങളെ നീ നീക്കി തരണമേ. ഏഹലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ ഉത്തമരാടുമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതമാർഗങ്ങളെ അള്ളാഹുവെ വീതിയാക്കി തരണമേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നിന്നിൽ നിന്നുള്ള തൃപ്തി അനുഭവിക്കാൻ ഇടവരുത്തുന്നോളം അള്ളാഹുവെ ഞങ്ങളുടെ ജീവിത വിഭവങ്ങളിൽ അള്ളാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, നിന്നിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ആവശ്യക്കാരാണ്. ഞങ്ങൾക്കത് പൂർത്തീകരിച്ച് തരണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാത്ത വിധം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ റഹ്മത്തിനെ നീ ഉയർത്തി തരണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, ഞങ്ങളുടെ കാര്യങ്ങളിൽ അള്ളാഹുവെ നീ ബർക്കത്ത് ചൊരിഞ്ഞു തരണമേ. ഞങ്ങൾക്ക് നൽകിയതിൽ അള്ളാഹു ഞങ്ങളെ നീ സംതൃപ്തരാക്കി തരണമേ. യാ റഹ്മാൻ അള്ളാഹു, എപ്പോഴും ഞങ്ങളെ നീ കൊടുക്കും കൈകളാക്കി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അള്ളാഹു വാങ്ങും കൈകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, നിന്നോടല്ലാതെ മറ്റാരോടും കൈനീട്ടാത്ത വിധം അള്ളാഹുവെ ഞങ്ങളുടെ ജീവിത വിഭവങ്ങളെ അള്ളാഹുവെ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണമേ. ഞങ്ങളുടെ അള്ളാഹുവെ കച്ചവടങ്ങളിൽ അള്ളാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം ചൊരിഞ്ഞു തരണമേ. അള്ളാഹുവെ റഹ്മാൻ അള്ളാഹു, ഏറ്റവും ഉന്നതമായത് ഏറ്റവും ഉത്തമമായത് ഞങ്ങൾക്ക് കച്ചവടങ്ങൾ ചെയ്യാനും അള്ളാഹുവെ അത് മറ്റുള്ളവർക്ക് തൃപ്തിപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹുവെ അവർക്ക് ഉപകാരപ്പെടുന്നതാക്കി കൊടുക്കാനും അള്ളാഹുവെ നീ തൃപ്തിപ്പെടുന്ന ഉന്നതമായ അമലുകളാക്കാനും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ അള്ളാഹുവെ ഉന്നതിയിലും ഉയർച്ചയിലും അള്ളാഹുവെ ലോകത്തിന്റെ നെറുകയിലും എത്തിച്ചു തന്ന് അനുഗ്രഹിക്കണമേ. അതിൽ ഞങ്ങളെ നീ സംതൃപ്തരാക്കണമേ. അള്ളാഹു വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവെ അതിനെ നീ സൂക്ഷിച്ചു വെക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, ഞങ്ങളുടെ ഇണകളിൽ അള്ളാഹു ഞങ്ങൾക്ക് റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം ചെയ്യണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ സന്തതി പരമ്പരകളിൽ അള്ളാഹു ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, അവരെ അള്ളാഹു സാലിഹ്യങ്ങളെയും ആഫില്യങ്ങളിൽ ആരിഫ്യങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ആയുസ്സിലും ആരോഗ്യത്തിലും അനുഗ്രഹത്തിലും ആക്കി തരണമേ. ഞങ്ങൾക്ക് കൺകുളിർമയായി അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളെ നീ നിലനിർത്തി തരണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. അവരുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി കൊടുക്കണമേ. അള്ളാഹുവെ, അവരോട് നീ കാരുണ്യം ചൊരിയണമേ. നിന്നിലേക്ക് അവർ മടങ്ങുന്ന ദിവസം അള്ളാഹുവെ അവരുടെ ഏറ്റവും ഉന്നതമായ ദിവസമാക്കുകയും അള്ളാഹുവെ മലക്കുകൾ സലാം ചൊല്ലി വിളിക്കുന്ന ഉന്നതമായ നിന്റെ അടിമകളാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, ഞങ്ങൾക്കും അള്ളാഹുവെ നിന്റെ കാരുണ്യം വർഷിച്ചു തരണമേ. മലക്കുകൾ ഞങ്ങളെ അള്ളാഹു വിളിക്കുന്ന ദിവസം അള്ളാഹുവെ ഞങ്ങൾക്ക് സലാം പറയുന്ന ദിവസം അള്ളാഹുവെ നിന്റെ നൂറ് കണ്ടുകൊണ്ട് നിന്നിലേക്ക് മടങ്ങാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, ഞങ്ങളെ ആഖിറത്ത് നീ നന്നാക്കി തരണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ ഖബറുകളിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് ഉന്നതരായ കൂട്ടുകാരെ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, നാളെ സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, പരലോക വിചാരണയിൽ അള്ളാഹു വിചാരണ കൂടാതെ നിന്നിലേക്ക് മടക്കപ്പെട്ട അള്ളാഹു 70,000 ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ. അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ പ്രയാസം അനുഭവിക്കുന്ന അസുഖങ്ങൾ കൊണ്ട് അള്ളാഹു ബുദ്ധിമുട്ടുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. ആയുസ്സിലും ആരോഗ്യത്തിലുമാക്കി അവരെ നീ അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹു അതിൽ ജലാൽ ഇക്റാമായ അള്ളാഹു ഖയ്യൂമായ അള്ളാഹു ഹദുൽ സമദുമായ അള്ളാഹു, ഞങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ നിന്നോട് ചോദിക്കുന്നു. ഞങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ ഫിത്നകളെ തൊട്ടും എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും അള്ളാഹു നിന്നിലേക്ക് ഞങ്ങൾ അഭയം തേടുന്നു. അള്ളാഹുവെ, നിന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നീ വീതിച്ചു തരണമേ. ഞങ്ങളെ നിന്റെ അനുഗ്രഹത്തിന് ഞങ്ങളെ നീ മൂടിപ്പൊത്തിയണമേ. യാ റഹ്മാൻ അള്ളാഹു, എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും അള്ളാഹുവെ, എല്ലാ സമാധാനവും അള്ളാഹുവെ നിന്റെ കാരുണ്യം റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം കൊണ്ട് അള്ളാഹുവെ വേഗത്തിലും അള്ളാഹുവെ സ്വാഭാവികമായിട്ടും അനുഗ്രഹത്തോട് കൂടിയിട്ടും അള്ളാഹു നിങ്ങളേക്ക് നീ ഇറക്കിത്തരണമേ. യാ റഹ്മാൻ അള്ളാഹു, നിങ്ങളുടെ വീടായങ്ങൾ അള്ളാഹു സമാധാനത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലുമാക്കി തന്നെ അനുഗ്രഹിക്കണമേ.
യാ റഹ്മാൻ അള്ളാഹുവെ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടുന്ന ദിവസത്തിൽ അള്ളാഹു ഞങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഞങ്ങളിൽ നിന്ന് മുൻകടന്ന കുടുംബങ്ങളെയും അള്ളാഹുവെ നീ ഒരുമിച്ച് ചേർക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങൾ എന്തിലെല്ലാം ഭയപ്പെടുന്നുണ്ടോ, വിഷമിക്കുന്നുണ്ടോ, പ്രയാസപ്പെടുന്നുണ്ടോ അതിലെല്ലാം അള്ളാഹുവെ ഞങ്ങൾക്കൊരു സമാധാനം നൽകി ഞങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരികയും ആ നേരായ മാർഗത്തിലൂടെ ഞങ്ങളിന്ന് നയിക്കുകയും ലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ അടിമകളാകാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. എല്ലാ മാറാരോഗങ്ങളിൽ നിന്നും എല്ലാ മഹാരോഗങ്ങളിൽ നിന്നും അല്ലാഹു നിങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. അള്ളാഹുവെ ഞങ്ങളെ മേലധികാരികളിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ സമാധാനം നൽകണമേ. അള്ളാഹുവെ എല്ലാ ഫിത്നകളെ തൊട്ടും ഞങ്ങളുടെ നാടുകളിൽ നടക്കുന്ന എല്ലാ ഫിത്നകൾക്ക് തൊട്ടും അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തു രക്ഷിക്കണമേ. യാ റഹ്മാൻ അള്ളാഹു ഞങ്ങളുടെ ജോലികളിൽ അള്ളാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ മേലധികാരികൾക്ക് ഞങ്ങളെ തൃപ്തിപ്പെടുത്തി കൊടുക്കണമേ. യാ റഹ്മാൻ അള്ളാഹു ലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ അടിമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈ മജ്ലിസിനെ അള്ളാഹു നീ പൂർണ്ണമായി ഏറ്റെടുക്കുകയും അള്ളാഹു മലക്കുകൾ ആമീൻ പറയുന്ന ഉന്നതമായ സ്ഥാനം അള്ളാഹുയെ ഞങ്ങളുടെ മജ്ലിസുകൾക്ക് നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമീൻ 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 റഹ്മത്തിക യാ റഹ്മാൻ. അള്ളാഹുവെ എല്ലാ സത്യവിശ്വാസികളും ചോദിച്ച എല്ലാ അനുഗ്രഹങ്ങളും നിന്നോട് ഞങ്ങൾ തേടുന്നു. എല്ലാ സത്യവിശ്വാസികളും അള്ളാഹു അഭയം തേടി എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു. ആമീൻ 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 റഹ്മത്തിക യാ റഹ്മാൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. اللهم صل على السلام محمد وعلى ورحمة آل الله. محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الحمد لله. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله السلام ورحمة الله وبركاته. وبركاته.